എന്താ ഇത്? കല്യാണ ഉടുപ്പാ, ഞങ്ങളെ സമ്മാനമാ. എടാ സുധി, വേഗം ഒരുങ്ങിന്നോ, ഞങ്ങളും പോവാ രജിസ്ട്രാറെ കൂട്ടിക്കൊണ്ടുവരാൻ. പോട്ടെ. ഒരു സ്വപ്നം പോവണിയുന്ന ദിവസമാ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഞാൻ പോയി ഒരുങ്ങട്ടെ. മിനി, എൻ്റെ അടുത്ത് വന്നിരിക്കോ കുറച്ചു നേരം? ഞാനിവിടെ ഇരുന്നോളാം. മിനി ഒരുപാട് സങ്കടപ്പെടുന്നു. എന്താ കാരണം? സുധിയും സങ്കടപ്പെടുന്നുണ്ടല്ലോ. ഞാൻ കാണുന്നുണ്ടത്, അറിയുന്നുണ്ട്. നമ്മൾ എന്താ ഇങ്ങനെ? ആ, ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ മിനിക്ക്? ഇഷ്ടമാ. പക്ഷേ ഞാൻ സുധിയുടേതാകുന്ന നേരത്ത് എൻ്റെ അമ്മച്ചി ഇച്ചായമാരൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നാശിച്ചു പോയി. നേരാ, മിനി എന്റേതാകുന്ന സമയത്ത് അച്ഛനും അമ്മയും എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും ആശിച്ചു. അവരെന്താ സുധി നമ്മളോട് ഇങ്ങനെ? അത്ര വലിയ തെറ്റാണ് നമ്മൾ ചെയ്തത്. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ, ആയിപ്പോയതല്ലേ ഇങ്ങനെയൊക്കെ. അവർക്കൊക്കെ ഒന്ന് ക്ഷമിച്ചുകൂടെ? നമ്മളോടുള്ള ഇഷ്ടം കൂടിപ്പോയി അവർക്ക്, അതാ. ഇന്നലെ കണ്ടപ്പോ അമ്മ എന്താ പറഞ്ഞു സുധിയോട്? എന്നെ ഒരു തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടാൻ അമ്മയ്ക്ക് പറ്റണില്ല എന്ന്. ശരിയാ, അമ്മ പറഞ്ഞത് ശരിയാ. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളെ വെറുക്കുമ്പോ അതൊരു തീരാ ദുഃഖം തന്നെയാ. സുധി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വെറുതെ നമുക്ക് പിരിയാം. സുധി എന്താ പറഞ്ഞേ? പിരിയാം. സത്യം, എന്റെ മിനി ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണം. ഞാൻ കാരണം ഒരു ദുഃഖം ഉണ്ടാവരുത്. സുധി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു അല്ലേ? മിനി എന്നെ അതിലേറെ സ്നേഹിക്കുന്നു. സുധി വീട്ടിലേക്ക് പോവോ? പോവാം. അമ്മയോട് മാപ്പ് പറയോ? സുധിയെ ഞാൻ അമ്മയ്ക്ക് തിരിച്ചു തന്നിരിക്കുന്നത് പറയോ? പറയാം. ഇനി എനിക്ക് സങ്കടമില്ല. സുധിയെ സങ്കടപ്പെടരുത്. ഇല്ല. സത്യം. സത്യം. വന്നേ സാറേ. അപ്പോ പെണ്ണും ചെക്കനും ഒരുങ്ങി ഇറങ്ങിയില്ലേ? ഒരുങ്ങിക്കാണും, ഞാൻ നോക്കാം. അയ്യോ, എന്താ ഇവർ ഒരുങ്ങിയൊന്നുമില്ലേ? ഞങ്ങൾക്ക് ഈ കല്യാണം വേണ്ട, ഞങ്ങൾ പിരിയാ. എന്താ ഉദ്ദേശിക്കുന്നേ? നിങ്ങൾ വിവാഹിതരാകുന്നില്ലെന്ന് തീരുമാനിച്ചോ? തീരുമാനിച്ചു. നിങ്ങൾ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നേ? ആരോട് ചോദിച്ചിട്ടായിരുന്നു ഇതൊക്കെ? മനുഷ്യനെ മെനക്കെടുത്തുന്നതിന് അതിരില്ലേ? സർ, സർ, പോലെ സർ, ഒരു നിമിഷം പ്ലീസ്. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ആർക്കാ എത്ര വലിയ ഇഷ്ടം? നിങ്ങൾ ഒരിക്കലും പിരിയില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനൊക്കെ ഇറങ്ങിയേ?
അരയൻ ചെല്ലപ്പനെ ഇത്രയ്ക്ക് അങ്ങോട്ട് നാണം കെടുത്തണമായിരുന്നു കുട്ടികളെ. എന്തിനായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ? മനസ്സിലാവണില്ല, നിങ്ങളെ മനസ്സിലാവണില്ല എനിക്ക്. എന്താടാ നീ പറഞ്ഞത്? സമ്മതിക്കില്ലടാ, ഇതിന് നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിനാണോടാ രാവും പകൽ ഉറക്കൊളിച്ച് ഞാൻ നിന്റെ കൂടെ നടന്നത്? ചതിക്കായിരുന്നില്ലേ നീ ഞങ്ങളെ? ഈ മിനിയെ വേണ്ടെന്ന് വെക്കാൻ നിനക്ക് കഴിയില്ലടാ. എടാ ഞങ്ങൾ അതിന് സമ്മതിക്കുകയില്ല. രാധു, ഞാൻ പറയട്ടെ. വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്ക് നിന്നെ കാണുക പോലും വേണ്ട. ചിപ്പായി, കേൾക്കണ്ടടാ, നിന്റെ ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നീ എന്നെ അപമാനിച്ചതിൽ എനിക്കൊന്നുമില്ലടാ സുധി. പക്ഷെ നിനക്കൊന്ന് പറയാമായിരുന്നില്ലേ? ഇന്ന് രാവിലെ കണ്ടപ്പോഴെങ്കിലും നിനക്കൊന്ന് പറയാമായിരുന്നില്ലേ? സമ്മതിക്കില്ലായിരുന്നടാ. എന്തിനായിരുന്നടാ സുധി ഇതൊക്കെ? എന്തിനായിരുന്നു മിനി ഇത്? മറ്റാർക്കും അറിയില്ലെങ്കിലും രാധുവിനും ചിപ്പായിക്കും അറിയാമല്ലോ സുധി എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. നിങ്ങളെക്കാളൊക്കെ സങ്കടം ഞങ്ങൾക്കല്ലേ പറയേണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന കുറെ നല്ലവരുണ്ട് ഞങ്ങളുടെ വീടുകളിൽ. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം ഇതേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. രാധു വളർത്തച്ഛനാണെങ്കിലും ആ അച്ഛനെതിരെ നിൽക്കാൻ പറ്റുമോ രാധുവിന്? പറ. ആ അച്ഛന്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കുമോ ചിപ്പായി എപ്പോഴെങ്കിലും? പറ. സുധിയെ ഞാൻ തിരികെ ഏൽപ്പിക്കുക ആ അച്ഛനും അമ്മയ്ക്കും. അതിനെന്താ, നല്ലതല്ലേ? സുധിയെ എന്നെ തിരികെ ഏൽപ്പിക്കുക. അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ മാറ്റിവെക്കുക അവർക്കൊക്കെ വേണ്ടി. അതിന് നിങ്ങൾ സമ്മതിക്കല്ലേ വേണ്ടേ? ഞങ്ങൾ പിരിയാനല്ലേ തീരുമാനിച്ചുള്ളൂ, മരിക്കാൻ തീരുമാനിച്ചില്ലല്ലോ. അച്ഛനില്ല എനിക്ക്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് മാപ്പ് തന്ന് അനുഗ്രഹിച്ചയക്കണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക്. മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ മോളെ? മനസ്സിലായി, ഇപ്പൊ നിങ്ങളെ ശരിക്കും മനസ്സിലായി. നിങ്ങളെപ്പോലെ ഇത്രയും നല്ല മക്കളെ പെറ്റ ആ അമ്മമാരുണ്ടല്ലോ, പുണ്യം ചെയ്തവരവര്. പുണ്യം. ആദ്യം കേട്ടപ്പോ ഒന്ന് പകച്ചു പോയെങ്കിലും നിങ്ങളുടെ തീരുമാനം അസലായി. പാഠമാണിത്, ഒരുപാട് മക്കൾക്കുള്ള ഒരു നല്ല പാഠം. ഇതിൽ കൂടുതൽ ഇനി ഞാൻ എന്ത് പറയാനാ? നിങ്ങൾ രണ്ടുപേരും വളർന്നിരിക്കല്ലേ അങ്ങ് ആകാശത്തോളം. ദേ, ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ. പോയിട്ട് വാ. സുധി, തല്ലിപ്പോയല്ലോടാ നിന്നെ ഞാൻ. സാരമില്ലടാ, നീ മിനിയെ കൊണ്ടുവിടണം ഉടനെ. വരൂ എന്നെ കാണാൻ. എല്ലാവരും വരാം. വെറുതെ പറയരുത്, വരണം. പോട്ടെ. എന്തായടാ കുട്ടിച്ചാ? ഉത്തരവായ മച്ചി, ആ കള്ള റാസ്കലിനെ ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യിക്കും. എന്നിട്ട് അവളെ തെരുവിലൂടെ വലിച്ചഴച്ച് തന്നെ കൊണ്ടുവരും. വലിച്ചടിച്ച് എങ്ങോട്ട് കൊണ്ടുവരും? എടാ, എങ്ങോട്ട് കൊണ്ടുവരുമെന്ന്? ഈ പെരക്കകത്ത് കയറ്റി പോരുത് അവളെ. നിങ്ങൾക്ക് അവളെ വലിച്ചടിയാൻ ഇടമൊന്നും ഇല്ലെങ്കിലേ വല്ല വല്ല പശുത്തൊഴുത്തലും കൊണ്ട് കെട്ടിക്കോണം, പറഞ്ഞേക്കാം.
കുട്ടിച്ചായ, കർത്താവാണ്, അമ്മച്ചിയാണ്, എന്റെ ഇച്ഛായന്മാരാണ് സത്യം. ഈ മിനി പിഴച്ചു പോയിട്ടില്ല. എല്ലാം മറന്ന് തിരികെ സ്വീകരിക്കണം എന്നെ. നീ ഒരിക്കലും ചീത്തയാവില്ലെന്നറിയാം, ഒരിക്കലും ഞങ്ങളെ സങ്കടപ്പെടുത്തില്ല എന്ന് പറയാം. എങ്കിലും എന്തു പറ്റിപ്പോയിടാ നിനക്ക്? പാപ്പ തരുവോ കുട്ടിച്ചായ എനിക്ക്? എന്തിന്? നീ ഇപ്പോഴും ഞങ്ങളുടെ വിളക്കാലടാ. ചെല്ല്. ഇങ്ങനെയൊക്കെ വേണമായിരുന്നോടി. നമ്മുടെ അമ്മച്ചിയെ പോലും നീ ഒന്നും ഓർത്തില്ലല്ലോ. അമ്മച്ചി, എന്റെ പൊന്നുമോളൊന്നും പറയണ്ട. മോളിങ്ങി വന്നല്ലോ, അത് മതി അമ്മച്ചിക്ക്. സുധി, അമ്മേ, സുധി, അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ എന്റെ സുധി തിരിച്ചു വരുന്ന. കളഞ്ഞല്ലടാ നീ എല്ലാരെയും. ഇടിക്കരുതെന്നോ? എന്തായി കാണിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. സന്തോഷായി മോനെ, ഒത്തിരി സന്തോഷായി. ആരെങ്കിലും എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് എന്റെ മോടെ കല്യാണം ഉടനെ നടത്തണം. ഉടനെ എന്ന് പറഞ്ഞ ഉടനെ. അമ്മച്ചി, അവിടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് എടിപിടിയെന്നൊക്കെ എങ്ങനെ? അതൊന്നും എനിക്കറിയണ്ട. കല്യാണം നടത്തണം. ഈ ആഴ്ചയെങ്കിൽ ഈ ആഴ്ച. ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ മോടെ നെഞ്ചില് മുഴുവൻ തീയാടാ. അത് കെടുത്താതെ ഈ അമ്മച്ചിക്ക് ഇനി ഉറക്കമില്ല. അത് ഓർത്തോ നിങ്ങള്? കുട്ടിച്ചായ, നമുക്ക് ഉടനെ അവളുടെ കല്യാണം നടത്തണം. ഏത് കല്യാണം നടത്തി കൊടുത്താലും അവളോടുള്ള കടം വീട്ടാൻ പറ്റില്ല. എന്താ കുട്ടിച്ചായി പറയുന്നേ? നമ്മളിപ്പോ കടക്കാരാടാ നമ്മുടെ മിനിയോട്. ആ സുധീഷ് കുമാർ അവിടെ ജീവനായിരുന്നു. ആ ജീവൻ ഉപേക്ഷിച്ച് അവൾ ഇവിടെ വന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ. ആ സ്നേഹം നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ? ഈ ലോകത്തിലെ ഏത് ചെറുക്കളെ കൊടുത്താലാവും അവള് സന്തോഷിക്കുക. ഇനിയിപ്പോ ഇതിന്ന് വേണ്ട, അമ്മ ഒന്നും പറയണ്ട. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഈ കൂട്ടത്തിൽ ആരെ വേണമെങ്കിലും അമ്മ സെലക്ട് ചെയ്തു. ആരോടും ഒന്നും ചോദിക്കണ്ട. ഏറ്റവും നല്ലതിനെ അമ്മ എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ടാ. ഇനി വന്നേ, നമുക്ക് രണ്ടുപേർക്കും കൂടി സെലക്ട് ചെയ്യാം. വേണ്ട, സാറ് തന്നെ തീരുമാനിച്ചാൽ മതി. ആ മിനിയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ കണ്ടല്ലേ? അതിനെ പോലുള്ള ആരെങ്കിലും ഇതിലുണ്ടോ നോക്ക്, നമുക്കതിനെ സെലക്ട് ചെയ്യാം. അവന്റെ മനസ്സിൽ ആഴത്തി പതിഞ്ഞു പോയൊരു പെണ്ണാണ് മിനി, അവന്റെ ജീവൻ. ആ അവളെ ത്യജിച്ചവൻ ഇങ്ങോട്ട് ഓടി വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. ആ സ്നേഹം നീ തിരിച്ചു കൊടുക്കുമ്പോ അവളോളം പോരാ, അതിനേക്കാൾ നല്ലതിനെ കൊടുക്കണം. അത് നിന്റെ ബാധ്യതയാണ്. അത് ഓർമ്മ വേണം. അമ്മച്ചി, 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 എടാ, ആ ജയിച്ചമ്മച്ചി, നമ്മൾ ജയിച്ചു. എന്താടാ? ഇവിടെ വാടി, ഇവിടെ വാ. അമ്മച്ചി ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ മിനിക്കുഞ്ചിന്റെ കല്യാണം ഈ ആഴ്ച വേണേൽ ഈ ആഴ്ച തന്നെ നടത്താം. എന്റെ വേളാങ്കണ്ണി മാതാവേ, എല്ലാ പ്രാർത്ഥനയ്ക്കും നേർച്ചകൾക്കും ഒരു ഉത്തരം കിട്ടും.
ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ഒരു പയ്യൻ. ഏതാടാ കുട്ടപ്പായി പയ്യൻ? ഓ, അതൊക്കെ എന്തിനാ ഇത്ര വിശദമായിട്ട് അറിയുന്നേ? വരുന്നുണ്ടല്ലോ, അപ്പൊ കാണാലോ. പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെടും, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെടും. ഒടുവിൽ ഞങ്ങളുടെ രാജകുമാരിക്ക് രാജകുമാരൻ തന്നെ വന്നു. അച്ഛാ, ഇത് മിനിയുടെ മാലയാ. എന്റെ കയ്യിലായിപ്പോയി. ഇതിപ്പോ എങ്ങനെ തിരിച്ചു കൊടുക്ക? അതിനെന്താ, ആരുടെയെങ്കിലും കൈ കൊടുത്തു വിട്ടാ പോരെ? നോക്കട്ടെ. ഞങ്ങളൊരു വിവരം അറിഞ്ഞു, അത് പറയാമെന്നതാ. മിനിയുടെ കല്യാണം ഉറച്ചു. അമേരിക്കയിൽ നിന്നും MBA പാസ്സായ ആളാ. കല്യാണം കഴിഞ്ഞ ഉടനെ മിനി അമേരിക്ക കൊണ്ടുപോകും. ഒന്നിങ്ങി വന്നേ. ആ കുട്ടിയുടെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ മോന്റെ നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഈ മാല തിരിച്ചു കൊടുക്കാൻ നമുക്കൊന്ന് പോയിക്കൂടെ? അതെന്തിനാ? എനിക്ക് ആ മിനിയെ ഒന്ന് കാണണം. അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ നമ്മളെ ശ്രുതിക്ക് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? ഞാനൊന്ന് കണ്ടോട്ടെ, എന്നിട്ട് നോക്കിക്കോ. എവിടെ ചെന്ന് അലഞ്ഞിട്ടാണെങ്കിലും അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ തന്നെ കൊടുക്കും ഞാൻ എന്റെ ശ്രുതിക്ക്. പോകാം നമുക്ക്. അതിപ്പോ എങ്ങനെയാ? നമ്മളെ എന്നാ അവർക്ക് ഇഷ്ടപ്പെടുവോ? അതൊന്നും എനിക്കറിയണ്ട. ആ കല്യാണ ബഹളങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ആ മിനിയെ ഒന്ന് കാണണം. അകത്തേക്ക് വരാവോ? കല്യാണം തീരുമാനിച്ചൊക്കെ അറിഞ്ഞു. പിന്നെ ഇവിടുത്തെ മിനിയുടെ ഒരു മാല ശ്രുതിയുടെ കയ്യിലായ വിവരം ഇപ്പോഴാ അറിഞ്ഞതേ. അപ്പൊ അത് തിരിച്ചു തന്നിട്ട് അവനെ കൊണ്ട് മാപ്പ് പറയിച്ചിട്ട് പോകാന്ന് തിരിച്ചു വന്നാ. ഞാനങ്ങ് ഭയന്നു പോയി. ഇത്രയുള്ള കാര്യം. വാ, പറയാൻ പാടില്ലാത്ത ചിലതൊക്കെ ഞാനും പറഞ്ഞു പോയിട്ടുണ്ട്. നേരിൽ വന്ന് കണ്ട് എല്ലാം മറക്കണമെന്ന് പറയാനിരിക്കുകയായിരുന്നു. വരൂ, അകത്തോട്ടിരിക്കാം. സുധിയുടെ അമ്മ അച്ഛനും അമ്മച്ചി. എന്റെ ഈശോയെ, എന്നിട്ടാണോ വന്ന കാലയിൽ അങ്ങ് നിന്ന് കളഞ്ഞേ? വാ, അകത്തോട്ടിരിക്കാം. ഇരുന്നാട്ടെ. ഗ്രേസിയേ, ലാലമ്മേ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. മോള് പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. കല്യാണ വീട്ടിൽ വരുന്ന ആദ്യത്തെ വിരുന്നുകാരാ. ഇങ്ങോട്ടിരുന്നാട്ടെ. കല്യാണ തീയതിയൊക്കെ നിശ്ചയിച്ചോ? ഇല്ല, അവർക്കും ധൃതിയുണ്ട്. അതുകൊണ്ട് മിക്കവാറും അടുത്ത വ്യാഴാഴ്ച ആവും കല്യാണം. ഇത് മിനിയുടെ മാലയാ. സുധിയുടെ കയ്യിലായിപ്പോയി. ബുദ്ധിമോശം കൊണ്ട് എന്റെ മോൻ ചെയ്തു പോയതിനൊക്കെ ഞാൻ മാപ്പ് പറയാണ്. ഒക്കെ മറക്കണം. എന്തിനാ ഇനി അതിനെക്കുറിച്ചൊക്കെ പറയുന്നേ? വെറുതെ എല്ലാവർക്കും വിഷമാവില്ലേ? എല്ലാവർക്കും എല്ലാം മറക്കാൻ കഴിയണേന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ എനിക്കിപ്പോ. ഞാൻ കണ്ടിട്ടില്ല മോനെ. അതില് ഏതാ? സുധി, അമ്മച്ചിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. മിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ഞാനാ. മറന്ന് മാപ്പ് തരണം എനിക്ക്. അയ്യോ,
എന്തിനാ ഇങ്ങനെയൊക്കെ? തിരിച്ചു തന്നില്ല എന്റെ മോളെ, അതിന് ഞാനെങ്ങനെ നന്ദി പറയും? വിഷമിക്കരുത് മോൻ, ഒന്നിനും. ആദ്യം കല്യാണം വിളിക്കേണ്ടത് മോന്റെ അമ്മയായിരിക്കണമെന്ന് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു വെച്ചിരിക്കുക അവള്. മിനിയാന്റെ കെട്ടാമെന്നാണോ? പറ, മിനിയാന്റെ കെട്ടാമെന്നാണോ? അല്ല. പിന്നെ പിന്നെന്തിനാ വന്നേ? ഞങ്ങളെന്നാ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ഓ, വന്നതിലും കണ്ടതിലും ഒക്കെ സന്തോഷം. ശരി. പോവാം. ഞങ്ങൾ ഇറങ്ങാ. എന്റെ മോളോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ. നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോ അവള് പൊട്ടിക്കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. കല്യാണമല്ലേ അവളുടെ, ഒന്ന് അനുഗ്രഹിച്ചിട്ടെങ്കിലും പോയിക്കൂടെ? എന്ത് പറഞ്ഞാ ഞാൻ ഇവിടെ അനുഗ്രഹിക്കേണ്ടത്? എങ്ങനെയാ ഞാൻ ഇവിടെ അനുഗ്രഹിക്കേണ്ടത്? എന്റെ മോളല്ലേ, ഇങ്ങ് തന്നേര്, ഞാൻ നോക്കിക്കോളാം അവളെ പൊന്നുപോലെ. എടുത്തോണ്ട് പോക്കോ. എന്നിട്ട് അവിടെ ചെറുക്കനെ അവക്കം കൊടുത്തേന്. അമ്മച്ചി, അമ്മച്ചി എന്തായി പറഞ്ഞേ? പെറ്റ തള്ളയ്ക്ക് മനസ്സിലാവുള്ളൂ അതല്ല. ചങ്ക് പറിച്ചെടുത്തോണ്ട് പോകുന്ന വേദനയും കടിച്ചമർത്തി അവള് നിന്നത് കണ്ടില്ലേ നിങ്ങളൊക്കെ? അവിടെ ഇഷ്ടം നടത്തി കൊടുക്കണം മക്കളെ. അമ്മച്ചി, ഇത് ഞാൻ പറയാതിരുന്ന അമ്മച്ചി.
ഒത്തിരി വേദനിപ്പിച്ചു അല്ലേ അമ്മ? ഇവന് അവളെക്കാൾ നല്ലതിനെ കണ്ടെത്താൻ എനിക്ക് പറ്റില്ല. എന്താടാ നോക്കി നിൽക്കുന്നേ? പോയി വിളിച്ചോണ്ട് വാടാ നിന്റെ പെണ്ണിനെ. വിളിച്ചോണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തരിക, പൂർണ്ണ മനസ്സോടെ ഞങ്ങളായിട്ട് തരിക. എന്നാ പിടിച്ചോ ഞങ്ങളുടെ പൊന്നലിയെത്തിയെ. എന്താടാ നോക്കി നിൽക്കുന്നേ? പറന്നോടാ, എവിടെ വേണമെങ്കിലും പറന്നു. ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ല നിങ്ങൾക്കിനി. സ്വതന്ത്ര, ഈ ലോകം നിങ്ങളുടെതാ. നോക്കി നിൽക്കാതെ വിളിച്ചോട് പോടാ കൂട്ടുകാര്. വാടാ, വാ.